എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളത്തിലെ മണ്ണിനങ്ങൾ. കേരളത്തിലെ മണ്ണിനങ്ങളുടെ പ്രത്യേകതകളുമാണ് ഇന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഏരിയ എടുത്തു നോക്കുമ്പോൾ കേരളത്തിനകത്ത് നമുക്ക് ഒരുപാട് മണ്ണിനങ്ങൾ കാണുവാൻ സാധിക്കും. ഈ പറയുന്ന കേരളത്തിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പൊതുവെ മൊത്തത്തിൽ ഈ പറയുന്ന മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് പെഡോളജി എന്നാണ് പറയപ്പെടുന്നത്. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് പെഡോളജി എന്നാണ്. മണ്ണ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസം നിങ്ങൾക്കറിയാം, ഡിസംബർ മാസം 5-ാം തീയതിയാണ് വേൾഡ് സോയിൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. PSC ഒരു തവണ ചോദിച്ചൊരു ചോദ്യമാണ് വേൾഡ് സോയിൽ ഡേ അല്ലെങ്കിൽ ലോക മണ്ണ് ദിനം എന്നാണ്. അത് ഈ പറയുന്ന ഡിസംബർ 5 ഈ പറയുന്ന ഡിസംബർ 5 ബന്ധപ്പെടുത്തി ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേയുമായി ബന്ധപ്പെടുത്തി പല തീമുകളും മറ്റുമുണ്ട്. 2023 ഒരു തീമുണ്ട്, 2024 തീമുണ്ട്. നമുക്കത് നോക്കാം. അതുപോലെ ഈ പറയുന്ന മണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സോയിലുമായി ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന സോയിൽ മ്യൂസിയം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോയിൽ മ്യൂസിയം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയം. കേരളത്തിലെ വിവിധ തരത്തിലുള്ള മണ്ണുകളുടെ സാമ്പിളുകളൊക്കെ കൊണ്ടുവച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സെന്ററാണ് ഈ പറയുന്ന കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയം. സോ അങ്ങനെ മണ്ണുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ വിവിധ തരത്തിലുള്ള മണ്ണിനങ്ങളുണ്ട്. ആ മണ്ണിനത്തിന് പലതിനും പല ഫലഭൂഷ്ടിയും പല പ്രത്യേകതകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കേരളത്തിൽ നല്ല മണ്ണിനങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. നല്ല മണ്ണിനങ്ങളൊക്കെ വിരളമായി കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മാണങ്ങളും പല കെട്ടിടങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് കേരളത്തിലെ നല്ല മണ്ണുകൾ ഉള്ള സ്ഥലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ ഒരു പ്രശ്നമെന്ന് കൂടെ പറയുന്നത്. എന്തായാലും നമ്മൾ കേരളത്തിലെ മണ്ണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് മണ്ണിലേക്ക് കടക്കാം. കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ശ്രീകുമാർ ചതോപതയുടെ ജോഗ്രഫി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ ജിയോളജി ഓഫ് കേരള K. സോമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകം. ഈ 2 പുസ്തകങ്ങളുമാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഈ 2 പുസ്തകങ്ങളെയും അധിഷ്ഠിതപ്പെടുത്തി ഈ 2 പുസ്തകങ്ങളിലുമുള്ള കാര്യങ്ങളെയൊക്കെ ചേർത്താണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഈ 2 പുസ്തകങ്ങളും കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ലെവൽ സിലബസിൽ അവരുടെ BSc ജോഗ്രഫി എന്നൊക്കെ പറയുന്ന പാർട്ടിൽ അവർക്ക് കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് റെഫർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചില പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിലെ മണ്ണിനത്തെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണ് എന്ന് പറയുന്ന പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഭൗമ ഉപരിതലത്തില് രൂപപ്പെടുന്ന ശിലാപദാർത്ഥങ്ങളുടെയും അതുപോലെ തന്നെ ജൈവ പദാർത്ഥങ്ങളുടെയും ഒക്കെ ഒരു മിശ്രിതമാണ് മണ്ണെന്ന് പറയുന്നത്. അതായത് മണ്ണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണിനകത്ത് പല ധാതു ഘടകങ്ങളും അതുപോലെ തന്നെ ജൈവാംശവും അതുപോലെ ജലം, വായു ഇതെല്ലാം ചേർന്നതാണ് മണ്ണെന്ന് പറയുന്നത്. അതായത് എന്താണ് മണ്ണെന്ന് ചോദിച്ചാൽ, മണ്ണ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? മണ്ണ് ഈസ് ഈക്വൽ ടു ധാതു ഘടകങ്ങൾ പ്ലസ് ജൈവാംശം പ്ലസ് ജലം പ്ലസ് വായു. ഇതാണ് എന്തെന്ന് പറയുന്നത്? മണ്ണ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കും. ഇതാണ് മണ്ണിന്റെ പ്രത്യേകത. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിലെ ചില പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കാലാവസ്ഥ, ഭൂപ്രകൃതി, അതേപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ ഘടനയെ ബാധിക്കുന്ന മറ്റൊന്നാണ് സസ്യജാലങ്ങളെയും ജീവജാലങ്ങളും, അതുപോലെ മറ്റൊന്നാണ് ജലലഭ്യത, അതുപോലെ മറ്റൊന്നാണ് മാതൃശില, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈം അല്ലെങ്കിൽ കാലം. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. മറ്റൊന്ന് ഫിസിയോഗ്രഫി അല്ലെങ്കിൽ ഭൂപ്രകൃതി എന്ന് പറയുന്ന പാർട്ട്. മറ്റൊന്ന് ഈ പറയുന്ന സസ്യജാലങ്ങൾ എന്ന് പറയുന്ന പാർട്ട്. മറ്റൊന്ന് ജീവജാലങ്ങൾ. ഈ ജീവജാലം എന്ന് പറയുമ്പോൾ അതിനകത്ത് മണ്ണിര മുതൽ മനുഷ്യനും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടും. നമ്മൾ വീടുകളിലും മറ്റും കാണുന്ന പല ഡൊമസ്റ്റിക് ആയിട്ടുള്ള അനിമൽസും എല്ലാം ഈ പറയുന്ന ജീവജാലങ്ങൾ എന്ന് പറയുന്ന പാർട്ടിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ജലലഭ്യത എന്ന് പറയുന്നത്, ഡ്രെയിനേജ് സിസ്റ്റം. അതുപോലെ തന്നെ മാതൃശില അല്ലെങ്കിൽ പാരന്റൽ റോക്ക് എന്നൊക്കെ പറയും.
അതുപോലെ മറ്റൊന്നാണ് ടൈം എന്ന് പറയുന്ന പാരാമീറ്റർ. ടൈം എന്ന് പറയുന്ന പാരാമീറ്ററിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പറയുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതാണ് ഈ പറയുന്ന കേരളത്തിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വസ്തുതകൾ. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഭൗമ ഉപരിതലത്തിൽ രൂപപ്പെടുന്ന ശിലാപദാർത്ഥങ്ങളുടെയും ജൈവ പദാർത്ഥങ്ങളുടെയും മിശ്രിതമാണ് മണ്ണെന്ന് പറയുന്നത്. ഈ പറയുന്ന മണ്ണെന്ന് പറയുന്നത് ധാതു ഘടകങ്ങളും ജൈവാംശവും ജലവും വായുവും നിറഞ്ഞതാണ് ഈ പറയുന്ന മണ്ണ് എന്ന് പറയുന്നത്. അതായത് മണ്ണ് ഈസ് ഈക്വൽ ടു ധാതു ഘടകങ്ങൾ പ്ലസ് ജൈവാംശം പ്ലസ് ജലം പ്ലസ് വായു എന്ന് നമുക്ക് പറയാം. പിന്നീട് പറഞ്ഞത് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് കാലാവസ്ഥ എന്ന് പറയുന്ന ഘടകമാണ്, രണ്ട് ഭൂപ്രകൃതി എന്ന് പറയുന്ന ഘടകം, മൂന്ന് സസ്യജാലം, നാല് ജീവജാലം, അഞ്ച് ജലലഭ്യത, ആറ് മാതൃശില, ഏഴ് കാലഘട്ടം അല്ലെങ്കിൽ കാലം, ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈമിനനുസരിച്ചാണ് പല മാറ്റങ്ങളും ഉണ്ടാകുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. കേരളത്തിലെ ശിലകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിലെ ശിലകൾ എന്ന് പറയുന്നത് ഏകദേശം പ്രീ കാംബ്രിയൻ ക്രിസ്റ്റലൈൻ റോക്കാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ എന്ന് പറയുന്നത് ഏകദേശം പ്രീ കാംബ്രിയൻ ക്രിസ്റ്റലൈൻ റോക്കുകളാണ് ഏറ്റവും കൂടുതലായി കേരളത്തിൽ കാണപ്പെടുന്ന ശിലകൾ. പ്രീ കാംബ്രിയൻ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ വളരെ പഴക്കം ചെന്ന കാലഘട്ടമാണ്. നിങ്ങൾ കാംബ്രിയൻ പീരീഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഈ പറയുന്ന കാംബ്രിയൻ പീരീഡ് അല്ലെങ്കിൽ പ്രീ കാംബ്രിയൻ കാലഘട്ടത്തിലെ ഒരു ശിലയാണ്, ഈ ശിലകളാണ് കേരളത്തിലൊക്കെ കൂടുതലായി കാണപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള പാരന്റൽ റോക്കുകളും എല്ലാം കേരളത്തിലെ മണ്ണ് രൂപീകരിക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളത്തിലെ മണ്ണിനം എന്ന് പറയുന്നത് അമ്ല സ്വഭാവമുള്ള ഒരു മണ്ണിനമാണ്. അതായത് അസിഡിക് സ്വഭാവം അല്ലെങ്കിൽ അസിഡിക് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഒന്നാണ് കേരളത്തിലെ മണ്ണിനങ്ങൾ. അതായത് നമുക്ക് മണ്ണിനങ്ങളെ പൊതുവെ അമ്ലത്വമുള്ള മണ്ണെന്നും ക്ഷാര സ്വഭാവമുള്ള അസിഡിക് അല്ലെങ്കിൽ ബേസിക് നാച്ചുറുള്ള സോയിലുകൾ എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ കേരളത്തിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം അമ്ല സ്വഭാവം കാണിക്കുന്ന മണ്ണിനങ്ങളാണ്. ഇതാണ് കേരളത്തിലെ മണ്ണിനങ്ങളുടെ ഒരു പ്രത്യേകത. സോ കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന്റെ മണ്ണിനം എന്ന് പറയുന്നത് അമ്ല സ്വഭാവമുള്ള മണ്ണിനമാണ്. അതേപോലെ കേരളത്തിന്റെ മണ്ണിനങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കാർബൺ സംവഹന ശേഷിയും ജലത്തെ നിലനിർത്താനുള്ള ശേഷിയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റും മറ്റ് ധാതുക്കളെയും മണ്ണിൽ ഉറപ്പിക്കാനുള്ള കഴിവുമെല്ലാം എന്താണ്? കുറവാണ്. ഇതെല്ലാ കഴിവുകളും കേരളത്തിന്റെ മണ്ണിനത്തിന് എന്താണ്? കുറവാണ്. കാർബന്റെ സംവഹന ശേഷി കുറവാണ്, ജലത്തിനെ നിലനിർത്താനുള്ള കഴിവ് കുറവാണ്, ഫോസ്ഫേറ്റും മറ്റ് ധാതുക്കളെയും മണ്ണിൽ ഉറപ്പിക്കാനുള്ള കഴിവും ആർക്ക് കുറവാണ്? ഈ പറയുന്ന കേരളത്തിലെ മണ്ണിനങ്ങൾക്ക് കുറവാണ്. ഇതാണ് കേരളത്തിലെ മണ്ണിനങ്ങളുടെ ഒരു പ്രത്യേകത. അതുപോലെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാരണം മണ്ണിന്റെ രൂപീകരണവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ മണ്ണിന്റെ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിലെല്ലാം, മണ്ണിന്റെ രൂപീകരണത്തിലുമെല്ലാം മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം പല രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കേരളത്തിൽ ഇന്ന് ഫലഭൂഷ്ടി കൂടിയ അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെട്ടിരുന്ന പല നല്ലിനം മണ്ണുകളും കാണുവാൻ സാധിക്കുന്നില്ല. അവയുടെയൊക്കെ തോത് കുറഞ്ഞു വരികയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മനുഷ്യൻ ഈ പറയുന്ന പ്രകൃതിയോട് കാണിക്കുന്ന പല നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അങ്ങനെയുള്ള നല്ല മണ്ണിനങ്ങളെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ മണ്ണിനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകൾ. കേരളത്തിലെ മണ്ണിനങ്ങളെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കേരളത്തിലെ പല തരത്തിലുള്ള മണ്ണിനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പല തരത്തിലുള്ള മണ്ണിനങ്ങളെ എല്ലാം നമുക്ക് എവിടെ ചെന്നാൽ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. പാറോട്ടുകോണം സോയിൽ മ്യൂസിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ള എല്ലാ മണ്ണിനങ്ങളുടെയും സാമ്പിളുകൾ അവിടെ കാണുവാൻ സാധിക്കും. ഇതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോയിൽ മ്യൂസിയമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്ന സോയിൽ മ്യൂസിയം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ വർഷവും ഡിസംബർ 5 നമ്മൾ ലോക മണ്ണ് ദിനമായി ആഘോഷിക്കാറുണ്ട്. ഈ പറയുന്ന 2023 മണ്ണ് ദിനവുമായി ബന്ധപ്പെടുത്തിയ തീം എന്താണെന്ന് ചോദിച്ചാൽ, സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്. സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് 2023 ലോക മണ്ണ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. 2024 തീം എന്ന് പറയുന്നത് കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ്.
സോ 2024 വേൾഡ് സോയിൽ ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ്. ഇതാണ് 2024 തീം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കേരളത്തിലെ മണ്ണ് മ്യൂസിയത്തെ കുറിച്ച് പറഞ്ഞു. ലോകത്തിൽ ഈ പറയുന്ന ഡിസംബർ 5 എന്ന് പറയുന്ന തീയതി ലോക മണ്ണ് ദിനമായിട്ട് ആഘോഷിക്കുന്നു. 2023 മണ്ണ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതായിരുന്നു. എന്നാൽ 2024 തീം എന്ന് പറയുന്നത് കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ് എന്നുള്ളതാണ് ഈ പറയുന്ന 2024 മണ്ണ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മണ്ണ് ദിനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇതുപോലുള്ള പല തീംസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. PSC എക്സാമിന് പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കുക, തീമുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ കേരളത്തിലെ മണ്ണ് മ്യൂസിയത്തെക്കുറിച്ചും മണ്ണ് ദിനവുമായി ബന്ധപ്പെടുത്തിയ പ്രമേയങ്ങളും നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ നമുക്ക് കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കേരളത്തിലെ മണ്ണിനെ പല രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ 2 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഭൂമിശാസ്ത്രപരമായും ഭൗതിക രാസ ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എനിക്ക് പറയാം മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലും ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലും എനിക്ക് കേരളത്തിലെ മണ്ണുകളെ ഏകദേശം 10 രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും. ആ 10 രീതിയിലുള്ള തരംതിരിവാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചെമ്മണ്ണെന്ന് പറയും, അല്ലെങ്കിൽ റെഡ് ലോം എന്ന് പറയുന്ന സോയിൽ. മറ്റൊന്ന് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിൽ എന്ന് പറയും. മൂന്നാമത്തത് തീരദേശ എക്കൽ മണ്ണ് അല്ലെങ്കിൽ കോസ്റ്റൽ അലൂവിയൽ സോയിൽ എന്ന് പറയും. നാലാമത്തത് നദീതട എക്കൽ മണ്ണ് അല്ലെങ്കിൽ റിവർ അലൂവിയൽ സോയിൽ. അഞ്ചാമത്തത് ഓണാട്ടുകര എക്കൽ മണ്ണ്, ഗ്രേഷ് ഓണാട്ടുകര സോയിൽ. ദെൻ ആറാമത്തത് ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ. മറ്റൊന്ന് ഉപ്പുമണ്ണ്, ഹൈഡ്രോമോർഫിക് സലൈൻ സോയിൽ. എട്ടാമത്തത് ആസിഡ് സലൈൻ അല്ലെങ്കിൽ ആസിഡ് സലൈൻ സോയിൽ. ഒമ്പതാമത്തത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. പത്താമത്തത് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ലോം. ഇതാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 10 ഇനങ്ങൾ അല്ലെങ്കിൽ 10 രീതിയിലുള്ള ഒരു തരംതിരിവ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നതാണ് ഈ കാണുന്ന ക്ലാസിഫിക്കേഷൻ. അതായത് 1978 ഗവൺമെന്റ് ഓഫ് കേരളയുടെ സോയിൽസ് ഓഫ് കേരള എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തരംതിരിവാണ് നിങ്ങൾ ഈ കാണുന്ന തരംതിരിവ്. 1978 ആ ഒരു തരംതിരിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്കിൽ കേരളത്തിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ മണ്ണിനങ്ങൾ 10 ഉണ്ട്, അല്ലെങ്കിൽ 10 ടൈപ്പ് ഉണ്ട്. ഇവനെ നമുക്ക് 10 തരംതിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ ഒരു മാപ്പിൽ കാണുന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മണ്ണിനങ്ങൾ. നമുക്ക് ഈ പറയുന്ന ഒരു മാപ്പ്, ഇത് കേരള സർക്കാരിന്റെ ഒരു മാപ്പാണ്. ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കേരളത്തിലെ മണ്ണിനങ്ങൾ പലതും കാണുവാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് കോസ്റ്റൽ സാൻഡി സോയിൽ കാണാൻ സാധിക്കും, ഓണാട്ടുകര സാൻഡി സോയിൽ കാണാൻ സാധിക്കും, കോസ്റ്റൽ അലൂവിയൽ സോയിൽ കാണാൻ സാധിക്കും. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ റിവറൈൻ അലൂവിയൽ സോയിൽ കാണാൻ സാധിക്കും, ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽസ് കാണാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുന്ന മഞ്ഞ നിറം എന്നൊക്കെ പറയുന്നത് ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിലാണ്. റെഡ് സോയിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരം ജില്ലയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് സോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിൽ കാണാൻ സാധിക്കും. ഏകദേശം ഒരു ഓറഞ്ച് കളറിൽ നിങ്ങൾ കൂടുതലായി കേരളത്തിന്റെ ഭാഗത്ത് കാണുന്നതെല്ലാം ഈ പറയുന്ന ലാട്രൈറ്റ് സോയിലാണ്. പച്ച കളറിൽ നിങ്ങൾ കാണുന്നതെല്ലാം ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നതാണ്. അതുപോലെ നിങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് സോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട കേരളത്തിലെ ചില മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏകദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞ 10 ഇനം മണ്ണുകളുടെയൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ ഈ കാണുന്ന ഒരു ഡിവിഷനിലേക്ക് പോയാൽ കേരളത്തിൽ തന്നെ ഉള്ള ചില മണ്ണിനങ്ങളുടെ ചില പ്രധാനപ്പെട്ട
ക്ലാസിഫിക്കേഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫിഗറാണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ കാണുന്ന റെഡ് കളറിൽ കാണുന്ന പാർട്ട് എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ലാറ്ററൈറ്റ് സോയിലാണ്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന സോയിൽ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ആ ലാറ്ററൈറ്റ് സോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ കാണുന്നത് ഹിൽ സോയിൽ എന്ന് പറയുന്നത് പർവ്വത മണ്ണെന്നൊക്കെ പറയുന്നതാണ്. അതേപോലെ മറ്റൊന്നാണ് വനമണ്ണ്, അതാണ് ഡാർക്ക് ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നത്. അതേപോലെ ചില പ്രദേശങ്ങളിൽ ചെറുതായിട്ട് നമുക്ക് അലൂവിയൽ ടൈപ്പ് സോയിൽ കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ റിവറൈൻ അലൂവിയലോ അല്ലെങ്കിൽ ഈ പറയുന്ന കോസ്റ്റൽ അലൂവിയൽ സോയിലോ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ നിങ്ങൾ കാണുന്നത് ചില പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് മറ്റ് ബ്ലാക്ക് സോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ബ്ലാക്ക് സോയിലാണ്. അതുപോലുള്ള മറ്റ് സോയിലുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. സോ ഇതാണ് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഈ സ്ലൈഡിൽ കാണുന്ന 10 ഇനം മണ്ണിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്ത് വരുന്ന മണ്ണിനങ്ങളെ കുറിച്ചാണ് ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോ മണ്ണിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് ലോം എന്ന് പറയുന്ന സോയിൽ എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നൊരു വാക്ക് ഇതാണ്, ലോം എന്ന് വെച്ചാൽ എന്താണ്? എടാ, ലോം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ലോം എന്ന് പറയുമ്പോൾ പൊതുവെ ക്ലേ കണ്ടന്റ് ഉള്ള സോയിലിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ലോം എന്ന് വിളിക്കാം. നമ്മൾ പൊതുവെ മണ്ണിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പൊതുവെ നമ്മൾ സോയിലിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സാൻഡ്, സിൽറ്റ്, ക്ലേ, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സാൻഡ് എന്ന് പറയുമ്പോൾ ആ മണ്ണെന്ന് പറയുന്നത് വളരെ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സോയിലായിരിക്കും. ക്ലേയിലോട്ട് വരുമ്പോൾ ആ മണ്ണെന്ന് പറയുന്നതിന്റെ തോതെന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിപ്പം കൂടിയ കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ക്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള പ്രത്യേകത. അപ്പൊ ഈ പറയുന്ന റെഡ് ലോം എന്ന് പറയുമ്പോൾ ഈ ലോം എന്ന് പറയുന്ന വാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ലോം നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന്, നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള സോയിൽസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ പറയുന്ന ലോം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു വാക്കാണ് ലോം സോയിൽ എന്നൊക്കെ പൊതുവെ പറയുന്നത്. നമ്മൾ ലോം ക്ലേ എന്നൊക്കെ പറയാറുണ്ട്. ലോം ക്ലേ എന്ന് വെച്ചാൽ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഒക്കെ ഒരുപാട് കാണും, അതേപോലെ ക്ലേ പാർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് കാണും. അങ്ങനെയുള്ള മണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോം ക്ലേ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പൊ കേരളത്തിലെ മണ്ണിനങ്ങൾ ഓരോന്നിനെ കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന പല വാക്കുകളും നമ്മൾ അങ്ങോട്ട് ഇനി ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഒന്നാണ് റെഡ് ലോം എന്ന് പറയുന്ന സോയിൽ, അല്ലെങ്കിൽ ചെമ്മണ്ണ് എന്ന് പറയും. തിരുവനന്തപുരത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് മണ്ണാണ് ചെമ്മണ്ണ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗത്തായിട്ട് കാണുന്ന മണ്ണാണ് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് ലോം. ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ഈ പറയുന്ന ചെമ്മണ്ണ് എന്ന് പറയുന്നത്. അതാണ് ചെമ്മണ്ണിന്റെ പ്രത്യേകത. സോ ചെമ്മണ്ണ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഈ മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗത്ത് കാണുന്ന ഒരിനം മണ്ണാണ് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് ലോം എന്ന് പറയുന്ന സോയിൽ. ഈ റെഡ് ലോം സോയിലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ നിറമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന മണ്ണ് ചുവന്ന കളറിൽ കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും കേരളത്തിന്റെ പ്രദേശം എടുത്ത് നോക്കുമ്പം കേരളത്തിന്റെ പ്രദേശങ്ങളിലെ കുന്നിൻ ചരിവുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് സോയിലാണ് ചെമ്മണ്ണ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തേരി മണ്ണ് എന്നൊക്കെ പറയുന്നത്. ഈ തേരി മണ്ണ് എന്നൊക്കെ ഉപയോഗിക്കുന്നതും ഈ പറയുന്ന ചെമ്മണ്ണ് തന്നെയാണ്. ചെമ്മണ്ണിനെ തന്നെയാണ് നമ്മൾ പൊതുവെ ഈ പറയുന്ന തേരി മണ്ണ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ ചുവന്ന മണ്ണൊക്കെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്ത് പോയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചുവന്ന മണ്ണ് കാണുവാൻ സാധിക്കും. പക്ഷെ തിരുവനന്തപുരം ജില്ലയുടെ ഈ പറയുന്ന തെക്ക് ഭാഗം, അതായത് നമ്മുടെ നെയ്യാറ്റിൻകര അങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ റെഡ് സോയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കളറാണ്. ആ കളർ അതിന് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ആണ് ആ ഒരു കളർ അതിന് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഈ പറയുന്ന ചെമ്മണ്ണിലേക്ക് നമ്മൾ പൊയ്ക്കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫലഭൂഷ്ടി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ ഇതിന്റെ ജൈവാംശവും വളരെ കുറവാണ്. അതായത് ഫലഭൂഷ്ടിയും ജൈവാംശവും ഒരുപാട് കുറവുള്ള ഒരു മണ്ണാണ് ചെമ്മണ്ണ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ജൈവ വസ്തുക്കളുടെയും അതേപോലെ തന്നെ സസ്യപോഷകങ്ങളുടെയൊക്കെ തോത് വളരെ കുറവായിട്ടുള്ള ഒരു സോയിൽ കൂടെയാണ് ഈ പറയുന്ന റെഡ് സോയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് ലോം എന്ന് പറയുന്നത്. ഇതാണ് ചെമ്മണ്ണിന്റെ പ്രത്യേകത. സോ ചെമ്മണ്ണിലേക്ക് കയറുമ്പോൾ ഇത്രയുമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒന്ന്, തിരുവനന്തപുരത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന മണ്ണിനമാണ്. കുന്നിൻ ചരിവുകളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. വളക്കൂറ് കുറഞ്ഞ മണ്ണാണ്.
ജൈവ വസ്തുക്കളുടെയും സസ്യപോഷകങ്ങളുടെയും കുറവ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അതിന് കാരണം അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഫെറിക് ഓക്സൈഡ് ആണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുക, കുന്നിൻ ചരിവുകളിലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെയൊക്കെ തെക്ക് ഭാഗത്തായിട്ട്. ഇതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് തേരി മണ്ണ് എന്നുകൂടെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇത്രയുമാണ് ചെമ്മണ്ണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വസ്തുതകൾ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സോയിലാണ് ലാട്രൈറ്റ് സോയിൽ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെങ്കൽ മണ്ണ് എന്നൊക്കെ വിളിക്കും. നമ്മൾ പല പേരുകൾ ഇതിനെ അറിയപ്പെടാറുണ്ട്. ചെങ്കൽ മണ്ണെന്നും വെട്ടുകൽ മണ്ണെന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ചെങ്കൽ മണ്ണാണ്. ലാട്രൈറ്റ് സോയിലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ കേരളത്തിന്റെ മാപ്പ് കണ്ടപ്പോൾ അവിടെ കണ്ടൊരു കാര്യമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെട്ട മണ്ണിനം എന്ന് പറയുന്നത് ലാട്രൈറ്റ് സോയിലാണ്. ഏകദേശം കേരളത്തിന്റെ ഒരു 68% ഏരിയയും കവർ ചെയ്യുന്നത് ലാട്രൈറ്റ് സോയിലാണ്. അതായത് നമ്മൾ ഈ ലാട്രൈറ്റ് സോയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, കേരളത്തിന്റെ മിഡ്ലാൻഡ് എന്ന് പറയുന്ന ഭാഗം, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്ന് പറയുന്ന പാർട്ടില് ഇടനാട് എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഏതെന്ന് പഠിച്ചിട്ടുണ്ട്, ലാട്രൈറ്റ് സോയിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, മൺസൂൺ കാലാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന മണ്ണിനമാണ് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിൽ. കാരണം ഉയർന്ന തോതിലുള്ള ചൂടും അതുപോലെ തന്നെ ഉയർന്ന തോതിലുള്ള മഴയും കാണപ്പെടുന്ന സ്ഥലങ്ങളിലാണ് പൊതുവെ നമുക്ക് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമായിട്ട് ആര് മാറപ്പെടുന്നത്, ലാട്രൈറ്റ് സോയിൽ മാറ്റപ്പെടുന്നത്. ഇതാണ് ലാട്രൈറ്റ് സോയിലിന്റെ ഒരു പ്രത്യേകത. ലാട്രൈറ്റ് സോയില് അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു, വെട്ടുകൽ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ ഏകദേശം 68% കാണപ്പെടുന്നത് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിലാണെന്ന് പറഞ്ഞു. ഈ ലാട്രൈറ്റ് സോയിലിന്റെ കളർ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു റെഡിഷ് ബ്രൗണിഷ് കളറിൽ നിന്ന് ഏകദേശം ഒരു യെല്ലോയിഷ് റെഡ് കളറിലേക്കൊക്കെ പോകുന്നതാണ് ഈ പറയുന്ന ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിലിന്റെ നിറം എന്ന് പറയുന്നത്. ഇതാണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിലിന്റെ പ്രത്യേകത. സോ ലാട്രൈറ്റ് സോയിലിലേക്ക് കടക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണെന്ന് പറയുന്നത്. അതുപോലെ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെട്ടുകൽ മണ്ണ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ വിസ്തൃതിയുടെ ഏകദേശം 68% കാണപ്പെടുന്നതും ഏത് മണ്ണിനമാണ്, അത് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിലാണ്. അതേപോലെ ഈ സോയിലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജലം തങ്ങി നിൽക്കാത്ത ഒരു മണ്ണിനം കൂടെയാണ് ഈ പറയുന്ന ചെങ്കൽ മണ്ണ്. അതുപോലെ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യപ്പെടുന്ന കൃഷി എന്താണെന്ന് ചോദിച്ചാൽ കോക്കനട്ട്, ടപ്പിയോക്ക, റബ്ബർ, അരക്കനട്ട്, പെപ്പർ, കാഷ്യൂ, കുരുമുളകും കശുവണ്ടിയും തെങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന മരിച്ചിനിയും റബ്ബറും ഒക്കെയാണ് പ്രധാനമായിട്ടും ചെങ്കൽ മണ്ണുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്നത്. നമുക്കറിയാം ഈ പറയുന്ന ഇടനാട് എടുത്തു നോക്കുമ്പോൾ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതൊക്കെ റബ്ബർ കൃഷിയാണ്. ഈ റബ്ബറിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണ് തന്നെയാണ് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ലാട്രൈറ്റ് സോയിലിലെ pH മൂല്യം എടുത്താൽ ഏകദേശം 4.5 മുതൽ 6.2 വരെയാണ് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിലിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. സോ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഈ പറയുന്ന ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിൽ എന്ന് പറഞ്ഞു. ലാട്രൈറ്റ് സോയിലിന്റെ pH എന്ന് പറയുന്നത് 4.5 മുതൽ 6.2 വരെയാണ് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിലിന്റെ pH വാല്യൂ എന്ന് പറയുന്നത്. ഈ പറയുന്ന ലാട്രൈറ്റ് സോയിൽ എടുത്താൽ ലാട്രൈറ്റ് സോയിലില് നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും പൊട്ടാസ്യത്തിന്റെയൊക്കെ തോത് വളരെ കുറവാണ്. ഈ പറയുന്ന നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ വളരെ കുറവ് കാണപ്പെടുന്ന മണ്ണിനും കൂടെയാണ് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിൽ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണെന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. ഈ പറയുന്ന ചെങ്കൽ മണ്ണിന്റെ ടെക്സ്ചർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ ഗ്രാവലി ലോമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ചെങ്കൽ മണ്ണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ചെങ്കൽ മണ്ണെന്ന് പറയുന്നതിൽ ക്ലേ കണ്ടന്റ് ഉള്ള ലോമൊക്കെ നമുക്ക് ഇവിടെ കാണുവാനും സാധിക്കും. അതുപോലെ ഈ പറയുന്ന ചെങ്കൽ മണ്ണിന്റെ നിറം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ നിറം എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ മുതൽ യെല്ലോയിഷ് റെഡ് വരെയുള്ള കളർ നമുക്ക് കാണാൻ സാധിക്കും. യെല്ലോയിഷ് റെഡ് കളർ, ഇതുപോലുള്ള നിറങ്ങളാണ് പൊതുവെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. റെഡിഷ് ബ്രൗൺ മുതൽ യെല്ലോയിഷ് റെഡ് കളർ വരെയുള്ളത് നമുക്ക് എവിടെ കാണാൻ സാധിക്കും, ഈ പറയുന്ന ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ലാട്രൈറ്റ് സോയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചെങ്കൽ മണ്ണിന്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? സോ ചെങ്കൽ മണ്ണ് എന്താണ്, ചെങ്കൽ മണ്ണിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും രണ്ടിനത്തിൽപ്പെട്ട മണ്ണിനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് ചെമ്മണ്ണും മറ്റൊന്ന് ചെങ്കൽ മണ്ണും. ചെമ്മണ്ണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗത്താണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. തേരി മണ്ണെന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ചെമ്മണ്ണാണ്. മറ്റൊന്നാണ് ഈ പറയുന്ന ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണെന്ന് പറഞ്ഞു. വെട്ടുകൽ മണ്ണെന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ലാട്രൈറ്റ് സോയിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിന്റെ
വിസ്തൃതിയുടെ ഏകദേശം 68% വരുന്നത് ചെങ്കൽ മണ്ണാണ്. അതുപോലെ ഇതിന്റെ pH മൂല്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4.5 മുതൽ 6.2 വരെയാണ് ഇതിന്റെ pH മൂല്യം. ജലം തങ്ങി നിൽക്കാത്ത ഒരു മണ്ണിനും കൂടെയാണ് ഈ പറയുന്ന ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇത്രയും പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തീരദേശ എക്കൽ മണ്ണിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. തീരദേശ എക്കൽ മണ്ണ് അല്ലെങ്കിൽ കോസ്റ്റൽ അലൂവിയൽ സോയിൽ എന്ന് പറയുന്ന ടൈപ്പ്. ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറൻ സമുദ്ര തീരത്തിനും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനമാണ് ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണ്. എന്താണ് എക്കൽ മണ്ണ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്കറിയാം. തീരദേശ എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, സമുദ്രത്തിന്റെ തീരഭാഗത്ത്. കേരളം എടുത്ത് നോക്കുമ്പോൾ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശത്താണ് നമുക്ക് ഈ പറയുന്ന മണ്ണിനം കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണിന്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചാൽ, ഈ തീരദേശ എക്കൽ മണ്ണിന്റെ ഫലഭൂഷ്ടി എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു മണ്ണാണ്. അലൂവിയൽ സോയിൽ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര സമതല പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന ആ ഒരു എക്കൽ മണ്ണുമായിട്ട് ഇതിനെ തരംതിരിക്കരുത്. അതുപോലെ ഒരുപാട് ഫലഭൂഷ്ടി കൂടുതലുള്ള മണ്ണല്ല ഈ പറയുന്ന കേരളത്തിൽ കാണപ്പെടുന്ന തീരദേശ എക്കൽ മണ്ണ്. ഇതിന്റെ ഫലഭൂഷ്ടി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതിന്റെ ഫലഭൂഷ്ടിയും കുറവാണ്. അതുപോലെ തന്നെ ജലത്തെ നിലനിർത്താനുള്ള കഴിവും ഈ പറയുന്ന മണ്ണിന് കുറവാണ്. അലൂവിയൽ സോയിലിന്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ വരും, അത്രയേ ഉള്ളൂ. അതായത് ഫലഭൂഷ്ടിയും കുറവാണ്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കുറവാണ്. ഓട്ടോമാറ്റിക്കലി അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് ഈ പറയുന്ന തീരപ്രദേശ എക്കൽ മണ്ണിനുള്ള വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയുന്നത് എന്നുള്ള ഡൗട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന തീരപ്രദേശത്തുള്ള എക്കൽ മണ്ണിൽ കാണപ്പെടുന്നത് ഒരു ടൈപ്പ് സാൻഡി ആയിട്ടുള്ള സോയിലാണ്. സാൻഡി സോയിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ പോറോസിറ്റി കൂടുതലായിരിക്കും. പോറോസിറ്റി കൂടുതലാകുന്നത് കൊണ്ട് തന്നെ വാട്ടർ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള അതിന്റെ കഴിവും എന്തായിരിക്കും? കുറവായിരിക്കും. പെട്ടെന്ന് ആ ജലം എന്ത് ചെയ്യും? വാർന്ന് താഴേക്ക് പോകും. സോ ഓട്ടോമാറ്റിക്കലി ഇതാണ് ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണിന്റെ ഒരു കുഴപ്പം. അതുകൊണ്ടാണ് തീരദേശ എക്കൽ മണ്ണിന് ഫലഭൂഷ്ടിയും കുറവ്, ജലത്തെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ജലത്തെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി കുറവ് എന്ന് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണിന്റെ pH മൂല്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ pH മൂല്യം എന്ന് പറയുന്നതും 6.5 താഴെയാണ് ഇതിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. 6.5 താഴെയാണ് ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ തീരദേശത്തുള്ള മണ്ണിന് അമ്ലത്വം വളരെ കൂടുതലായിരിക്കും. pH 6.5 താഴെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും, ആ മണ്ണിന് അമ്ലത്വ സ്വഭാവം കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ കളറാണ്. ഈ മണ്ണിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രേയിഷ് ബ്രൗൺ മുതൽ റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോയിഷ് റെഡ് കളറിലാണ് ഇത് കാണപ്പെടുന്നത്. ഗ്രേയിഷ് ബ്രൗൺ ടു റെഡിഷ് ബ്രൗൺ, അതുപോലെ തന്നെ യെല്ലോയിഷ് റെഡ് കളറിലുമാണ് കാണുന്നത്. സോ ഇതാണ് ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണിന്റെ നിറം എന്ന് പറയുന്നത്. സോ തീരദേശ എക്കൽ മണ്ണിന്റെ പ്രത്യേകത എന്താണ്, എവിടെയാണ് കാണപ്പെടുന്നത്, അതിന്റെ pH മൂല്യം എന്താണ്, pH മൂല്യവുമായി റിലേറ്റ് ചെയ്ത് അതിന്റെ അമ്ലത്വ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു, കളർ എന്താണെന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഇത്രയും കാര്യമാണ് നമ്മൾ ഈ പറയുന്ന മണ്ണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണിന്റെ സ്ഥലത്തുള്ള വാട്ടർ ടേബിളിന്റെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വാട്ടർ ടേബിൾ വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോറോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും. സോ ഇത്രയും കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇതിന്റെ മണ്ണിന്റെ ഒരു ഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ മണ്ണിന്റെ ഒരു ഘടനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മണ്ണിന്റെ ഒരു 80%ഓളവും സാൻഡ് കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മണലിന്റെ കണ്ടന്റ് ആയിരിക്കും ഏകദേശം ഒരു 80%ഓളം വരുന്നത്. പിന്നെ വരുന്ന ഒരു 15% എന്ന് പറയുന്നത് ഒരു ക്ലേ കണ്ടന്റ് ആയിരിക്കും. അതാണ് ഈ മണ്ണിന്റെ മറ്റൊരു പ്രത്യേകത. 80%ഓളം മണലിന്റെ അല്ലെങ്കിൽ സാൻഡിന്റെ കണ്ടന്റ് ആയിരിക്കും, 15% ക്ലേയുടെ കണ്ടന്റ് ഈ പറയുന്ന മണ്ണിൽ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സാൻഡിന്റെ കണ്ടന്റ് കൂടുതലാകുമ്പോൾ എന്തായിരിക്കും? പോറോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കുറയും. അതെല്ലാം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. എങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇവിടെ എന്താണ് കൃഷി ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? അത് തന്നെയായിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പോയാൽ മതി. എന്താണ്? തെങ്ങ്. പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത് തെങ്ങാണ് പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില പ്രദേശങ്ങളിൽ മാത്രം കശുമാവൊക്കെ കൾട്ടിവേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ തോതിലല്ല. ഒരു മേജർ ക്രോപ്പായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്ത് തന്നെയാണ്? തെങ്ങ് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് തീരദേശ എക്കൽ മണ്ണിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം.
ക്ലിയർ ആയല്ലോ. സോ തീരദേശ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് തീരപ്രദേശങ്ങളിലാണ്. രണ്ടാമത്തെ പോയിന്റ് ജലത്തെ നിലനിർത്താനുള്ള കഴിവ് കുറവാണ്. മൂന്നാമത്തെ പോയിന്റ് അമ്ലത്വം കൂടുതലുള്ള മണ്ണ്. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? pH മൂല്യം 6.5 താഴെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള അമ്ലത്വം കൂടുതലാണെന്ന് കിട്ടിയല്ലോ. പിന്നെ ഈ പറയുന്ന കളർ ഞാൻ പറഞ്ഞു, ഗ്രേയിഷ് ബ്രൗൺ മുതൽ റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോയിഷ് റെഡ് കളർ ആണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട കൃഷി ചോദിച്ചാലോ അത് തെങ്ങാണെന്ന് പറഞ്ഞു. ചില പ്രദേശങ്ങളിൽ നമുക്ക് ഈ പറയുന്ന കശുമാവും കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും തീരദേശ എക്കൽ മണ്ണിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? എങ്കിൽ നമുക്ക് അടുത്ത മണ്ണിനത്തിലോട്ട് പോകാം. അടുത്ത നമ്മൾ പഠിക്കുന്ന മണ്ണിനമാണ് നദീതട എക്കൽ മണ്ണ്. നമ്മൾ നേരത്തെ പഠിച്ചത് തീരപ്രദേശ എക്കൽ മണ്ണാണെങ്കിൽ ഈ പറയുന്നത് നദീതട എക്കൽ മണ്ണ് അല്ലെങ്കിൽ റിവറൈൻ അലൂവിയൽ സോയിൽ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് വരും, എന്തായിരിക്കും റിവറൈൻ അലൂവിയൽ സോയിൽ എന്ന് വെച്ചാൽ നദികൾ കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങളുടെ ഫലമായിട്ട് രൂപീകരിക്കപ്പെടുന്ന മണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന നദീതട എക്കൽ മണ്ണ്, റിവർ അലൂവിയൽ സോയിൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, പ്രധാനമായിട്ടും കേരളത്തിൽ ഈ പറയുന്ന റിവറൈൻ അലൂവിയൽ സോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ പറയുന്ന നദീതട എക്കൽ മണ്ണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന നദീതട എക്കൽ മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന കോസ്റ്റൽ റീജിയനിൽ കാണുന്ന അലൂവിയൽ സോയിലിനെയും ഈ പറയുന്ന നദിയുടെ എൻഡിൽ വരുന്ന അലൂവിയൽ സോയിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നദീതടത്തിലുള്ള അലൂവിയൽ സോയിലിന് ഫലഭൂഷ്ടി കൂടുതലാണ്. ഇതിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ജലത്തെ നിലനിർത്താനുള്ള കപ്പാസിറ്റിയും എന്താണ്? കൂടുതലാണ്. സോ രണ്ട് കാര്യങ്ങൾ കൂടുതലാണ്. ഒന്ന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടുതലാണ്, ജലത്തെ നിലനിർത്താനുള്ള കഴിവും കൂടുതലാണ്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച തീരദേശ എക്കൽ മണ്ണും ഈ പറയുന്ന റിവറൈൻ അലൂവിയൽ സോയിലും തമ്മിൽ വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സോയിലാണ്. അവിടെ ഈ പറയുന്ന വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല, അതേപോലെ തന്നെ ആ സോയിലിന് എന്തുമില്ല? ഈ പറയുന്ന ഫലഭൂഷ്ടിയും ഇല്ല. ഈ പറയുന്ന റിവറൈൻ എത്തിയപ്പോഴോ നേരെ തിരിച്ച് ഫലഭൂഷ്ടിയും കൂടുതലാണ്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടുതലാണ്. സോ ഈ രണ്ട് പോയിന്റും ഓർത്തു വെച്ചിരിക്കുക. പിന്നെ ഇതിന്റെ മറ്റ് പോയിന്റുകളിലേക്ക് പോയാൽ ഈ പറയുന്ന മണ്ണെന്ന് പറയുന്നത് അമ്ല ഗുണമുള്ള മണ്ണാണ്, അമ്ല സ്വഭാവം കാണിക്കുന്ന മണ്ണാണ് ഈ പറയുന്ന നദീതട എക്കൽ മണ്ണും. ആൾറെഡി പറഞ്ഞു റിവേഴ്സിന്റെയും റിവർ ട്രിബ്യൂട്ടറീസിന്റെയൊക്കെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണെന്ന് പറഞ്ഞു. പിന്നെ ചില പ്രദേശങ്ങളിൽ ഈ പറയുന്ന മണ്ണിനകത്ത് നമുക്ക് മൈക്ക ഫ്ലേക്സിന്റെ പ്രസൻസ് കൂടെ കാണാൻ സാധിക്കും. മൈക്ക ഫ്ലേക്സിന്റെ പ്രസൻസ് പ്രധാനമായിട്ടും എറണാകുളം ഭാഗത്തൊക്കെ ഉള്ള റിവറൈൻ അലൂവിയൻ സോയിലാണ് ഈ പറയുന്ന മൈക്ക ഫ്ലേക്സിന്റെ പ്രസൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള. എറണാകുളം ജില്ലയിലുള്ള നദീതട എക്കൽ മണ്ണിന്റെ പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന മൈക്ക ഫ്ലേക്സ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഓർഗാനിക് കണ്ടന്റ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ള കോൾ നിലങ്ങളിലെല്ലാം ഇത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉള്ള കോൾ നിലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓർഗാനിക് കണ്ടന്റിന്റെ പ്രസൻസ് വളരെ കൂടുതലാണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വച്ചിരിക്കാം. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്ന കൃഷി എന്താണെന്ന് ചോദിച്ചാൽ നെല്ല് കൃഷി ചെയ്യാം, മരിച്ചിനി കൃഷി ചെയ്യാം, അതേപോലെ അടയ്ക്ക കൃഷി ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത്. സോ കോക്കനട്ട്, പേടി, അരക്കനട്ട്, പെപ്പർ, ടപ്പിയോക്ക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന നദീതട എക്കൽ മണ്ണിൽ ചെയ്യാൻ പറ്റിയ കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന തീരദേശ എക്കൽ മണ്ണും നദീതട എക്കൽ മണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. സോ പോയിന്റ്സിലേക്ക് കിടക്കാം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കാണപ്പെടുന്ന മണ്ണ് ഫലഭൂഷ്ഠത കൂടുതലാണ്, ജലത്തെ തങ്ങി നിർത്താനുള്ള കഴിവും ഇതിന് കൂടുതലാണ്. ഈ രണ്ട് പോയിന്റ്സും ഓർത്തു വെച്ചിരിക്കുക. അമ്ലഗുണമുള്ള മണ്ണാണ്. അതുപോലെ തന്നെ ഇവിടെ എറണാകുളം ജില്ലയുടെ ഭാഗത്ത് ചില പ്രദേശങ്ങളിൽ നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്നതിൽ മൈക്ക ഫ്ലേക്സിന്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലുള്ള കോൾ നിലങ്ങളിൽ കാണപ്പെടുന്ന അലൂവിയൽ സോയിലിൽ ഈ പറയുന്ന ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് കാണാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നത് നെല്ല്, അടയ്ക്ക, അതുപോലെ തന്നെ മരിച്ചിനി, ചില പ്രദേശങ്ങളിൽ തെങ്ങ്, അതേപോലെ തന്നെ പെപ്പർ, ഇതെല്ലാം ഇവിടെ ഈ മേഖലയിൽ കൃഷി ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. എങ്കിൽ നമുക്ക് അടുത്ത മണ്ണിലോട്ട് പോകാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മണ്ണാണ് ഓണാട്ടുകര എക്കൽ മണ്ണ്. ഓണാട്ടുകര എക്കൽ മണ്ണ് എന്ന് നമ്മൾ പറയും എന്നുണ്ടെങ്കിലും ഇതിനെ നമ്മുടെ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലേക്കൊക്കെ നിങ്ങൾ പോയാലും ഈ പറയുന്ന ശ്രീകുമാർ ചതോബ്ദയുടെ പുസ്തകങ്ങളിലേക്കൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാലും അതിലൊക്കെ ഈ പേരിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വാക്കെന്ന് പറയുന്നത് ഗ്രേയിഷ് ഓണാട്ടുകര സോയിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഗ്രേയിഷ് ഓണാട്ടുകര സോയിൽ. നമ്മൾ മലയാളത്തിൽ ഓണാട്ടുകര എക്കൽ മണ്ണ് എന്നൊക്കെ വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റ് അതിന്റെ ഒരു ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത് ഗ്രേയിഷ് ഓണാട്ടുകര സോയിൽ എന്നാണ്.
സോ എന്താണ് ഈ ഒരു സോയിലിന്റെ പ്രത്യേകത? ഇത് ഈ ഒരു മണ്ണെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് മാത്രമായിട്ട് കാണപ്പെടുന്ന മണ്ണാണെന്ന് പറയാം. മെയിൻലി നമ്മുടെ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് ഈ പറയുന്ന ഓണാട്ടുകര എക്കൽ മണ്ണ്. ഈ പറയുന്ന കൊല്ലം ആലപ്പുഴ ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലും അതേപോലെ കാർത്തികപ്പള്ളി എന്നൊക്കെ പറയുന്ന കാർത്തികപ്പള്ളി അതുപോലെ തന്നെ മാവേലിക്കര എന്നുള്ള ആലപ്പുഴ ജില്ലകളുടെ ചില താലൂക്ക് ഭാഗങ്ങളിലുമാണ് ഈ പറയുന്ന ഓണാട്ടുകര എക്കൽ മണ്ണ് നമുക്ക് കൂടുതലായി കാണാൻ സാധിക്കുന്നത്. സോ ഓണാട്ടുകര എക്കൽ മണ്ണ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമാണ്. കൊല്ലം ജില്ലയിൽ പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത് കരുനാഗപ്പള്ളി ഭാഗത്താണ്. അതേപോലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര അതുപോലെ തന്നെ കാർത്തികപ്പള്ളി ഈ സ്ഥലങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഓണാട്ടുകര എക്കൽ മണ്ണാണ്. ഇതാണ് ഓണാട്ടുകര എക്കൽ മണ്ണിന്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? സോ കേരളത്തിലെ മണ്ണിനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട മണ്ണിനം തന്നെയാണ് ഓണാട്ടുകര എക്കൽ മണ്ണ്. എന്താണ് ഓണാട്ടുകര എക്കൽ മണ്ണ് ഇത്ര പ്രസിദ്ധമാകുന്നു എന്ന് ചോദിച്ചാൽ ആ മേഖലയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കൃഷിയുണ്ട്, എള്ള് കൃഷി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓണാട്ടുകര എള്ളെന്ന് പറയും. ഈ ഓണാട്ടുകര എള്ളെന്ന് പറയുന്നത് GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഈ പറയുന്ന ഓണാട്ടുകര എള്ളെന്ന് പറയുന്നത്. സോ അതങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയൊക്കെ ഓണാട്ടുകര മണ്ണ് വളരെ ഫേമസ് ആണ്. പിന്നെ ഓണാട്ടുകര മണ്ണിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഓണാട്ടുകര എക്കൽ മണ്ണ് എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതും കടൽ വസ്തുക്കളുടെ നിക്ഷേപങ്ങളുടെ ഫലമായി തന്നെയാണ് ഈ പറയുന്ന ഓണാട്ടുകര എക്കൽ മണ്ണും രൂപപ്പെട്ടിരിക്കുന്നത്. സോ ഇതും ഒരു റിവറൈൻ, ഒരു കോസ്റ്റൽ അലൂവിയൽ സോയിലിന്റെ ഒക്കെ ഒരു ടൈപ്പ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻഡയറക്ട്ലി പറയാൻ പറ്റും. കാരണം ഇതും എന്താണ്, തീരപ്രദേശങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന കടൽ വസ്തുക്കളുടെ നിക്ഷേപ ഫലമായിട്ട് രൂപപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്ന ഓണാട്ടുകര എക്കൽ മണ്ണ്. ഈ ഓണാട്ടുകര എക്കൽ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രധാനമായിട്ടും സസ്യജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഗുണങ്ങളും ഈ പറയുന്ന മണ്ണിലില്ല. അതൊരു വലിയ ഒരു കുഴപ്പമാണ് ഈ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം. ഈ മണ്ണിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ്. സസ്യജാലങ്ങൾക്ക് പൊതുവെ ആവശ്യമായിട്ടുള്ള എല്ലാ പൊതു ഘടകങ്ങളും അല്ലെങ്കിൽ ധാതു ഘടകങ്ങളും ഈ പറയുന്ന ഓണാട്ടുകര മണ്ണിൽ ഇല്ല. അതൊരു ഓണാട്ടുകര മണ്ണിന്റെ ഒരു പ്രോബ്ലമാണ്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വാട്ടർ ഡ്രെയിനിങ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റാപ്പിഡ് പെർമിയബിലിറ്റി ഇത് രണ്ടുമാണ് ഈ മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാട്ടർ ഡ്രെയിനിങ്ങും റാപ്പിഡ് പെർമിയബിലിറ്റിയും. ഈ റാപ്പിഡ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വാട്ടർ ഡ്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. റാപ്പിഡ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ മണ്ണിന്റെ ഇടയിൽ എന്തുണ്ടാകുന്നുണ്ട്, നല്ല സ്പേസ് വരുന്നുണ്ട്. മണ്ണിന്റെ ഇടയിലേക്ക് സ്പേസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, വെള്ളത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, വെള്ളം പെട്ടെന്ന് തന്നെ താഴോട്ട് വാർന്നു പോകും. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെള്ളം താഴോട്ട് പോകുന്നത് കൊണ്ട് ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രദേശത്തിന്റെ താഴത്തെ റീജിയനിൽ എന്താണ്, വാട്ടർ ടേബിൾ ഹൈ ആണ്. പക്ഷേ മണ്ണിന് എന്തില്ല, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല. അതാണ് ഈ പറയുന്ന ഓണാട്ടുകര എക്കൽ മണ്ണിന്റെ ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി. ക്ലിയർ ആയല്ലോ? സോ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഈ ഒരു മേഖലയിൽ ആൾറെഡി പറഞ്ഞു പ്രധാനമായിട്ടുമുള്ള കൃഷി എന്ന് പറയുന്നത് എള്ള് കൃഷിയാണെന്ന് പറഞ്ഞു. എള്ളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഓണാട്ടുകരയിൽ തന്നെ ഒരു അഗ്രികൾച്ചറിന്റെ ഒരു ഓഫീസ് ഉണ്ട്. അതായത് ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ. ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കായംകുളം. ഇവര് ഡെവലപ്പ് ചെയ്ത ചില പ്രത്യേക തരത്തിലുള്ള എള്ളിന്റെ പതിപ്പുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഒന്നാണ് തിലറാണി എന്ന് പറയും. ഒന്നാണ് തിലറാണി, മറ്റൊന്നാണ് തിലധാര, മറ്റൊന്നാണ് തിലക്, മറ്റൊന്നാണ് കായംകുളം 1. അതുപോലെ മറ്റൊന്നാണ് അയലി. ഇതെല്ലാം ഈ പറയുന്ന ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത വിവിധ തരത്തിലുള്ള എള്ളുകളാണ്. ഈ പറയുന്ന ഓണാട്ടുകര എള്ളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓണാട്ടുകര എള്ളിന്റെ ഒരു വലിയ പ്രത്യേകത ഇതാണ്, വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് വളരെ കൂടുതലായിട്ടുള്ള ഒന്നാണ് ഈ ഓണാട്ടുകര എള്ള്. അതുപോലെ തന്നെ ഈ പറയുന്ന ഓണാട്ടുകര എള്ളിന് ഹൈ ആന്റി ഓക്സിഡൻസിന്റെ കപ്പാസിറ്റി കൂടെ ആർക്കുണ്ട്, ഈ പറയുന്ന എള്ളിനുണ്ട്. അതാണ് ഇതിന് ഈ പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ഇത്ര കിടിലമായിട്ട് അതിന് കൊടുക്കുന്നത്. ഓക്കെ, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതേപോലെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് ഇതൊക്കെ അതിന് പ്രത്യേകതയായിട്ടുള്ളതാണ്. മെയിൻലി ഇതാണ് ഹൈ ആന്റി ഓക്സിഡൻസിന്റെ കപ്പാസിറ്റിയും അതേപോലെ വൈറ്റമിൻ ഇ വളരെ കൂടുതലുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ പറയുന്ന ഓണാട്ടുകര എള്ള്. സോ ഈ പറയുന്ന ഓണാട്ടുകര എക്കൽ മണ്ണ് റീജിയനിൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് ഓണാട്ടുകര എള്ള്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. 2023 ജനുവരിയിലാണ് ഈ പറയുന്ന ഓണാട്ടുകര എള്ളിന് ഈ പറയുന്ന GI ടാഗ് കിട്ടുന്നത്. 2022 ഡിസംബർ മാസത്തോടു കൂടിയാണ് അവരുടെ ലിസ്റ്റിലൊക്കെ ഇത് പേര് കിട്ടുന്നത്.
പക്ഷേ ഇത് GI ടാഗ് ലഭിച്ചതായിട്ട് പൊതുവെ പറയുന്നത് 2023 ജനുവരിയിലാണ്. ഓക്കെ, സോ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ ഓണാട്ടുകര എക്കൽ മണ്ണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര എന്നീ താലൂക്കുകളിലാണ് കാണുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും. പിന്നെ പറഞ്ഞ കാര്യം കടൽ വസ്തുക്കളുടെ നിക്ഷേപമാണ് രൂപപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു. മണ്ണിന് പോഷകങ്ങളുടെ കുറവ് കാണുവാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞു. നമ്മൾ ആൾറെഡി പറഞ്ഞു സസ്യജാലങ്ങൾക്ക് പൊതുവെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ എവിടെ കുറവാണ്? ഓണാട്ടുകര എക്കൽ മണ്ണിന് കുറവാണ്. എങ്കിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവിടുത്തെ എന്തൊക്കെയാണ് കൃഷി എന്ന് ചോദിച്ചാൽ എള്ള് മാത്രമല്ല, നാളികേരം, തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ നെല്ല്, മരിച്ചിനി ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സോ തെങ്ങും നെല്ലും മരിച്ചിനിയും ഒക്കെ പാകമാകാൻ പറ്റിയ മണ്ണ് തന്നെയാണ് ഓണാട്ടുകര എക്കൽ മണ്ണ്. എങ്കിലും അധികമായി ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ കാണുന്ന ഒരു പാർട്ടാണ് എള്ളെന്ന് പറയുന്നത്. അവിടെ തന്നെ ഉള്ളൊരു റിസർച്ച് സ്റ്റേഷൻ കൂടെ പറഞ്ഞു. ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കായംകുളത്താണ്. അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ രൂപവൽക്കരിച്ചിട്ടുള്ള എള്ളിന്റെ പല വെറൈറ്റികളാണ് നമ്മൾ പരിചയപ്പെട്ട തിലറാണി, അതേപോലെ തന്നെ തിലതാര, തിലക്, കായംകുളം 1, അയലി. ഇത്രയും കാര്യമൊന്ന് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ നമ്മൾ ആൾറെഡി പറഞ്ഞു ഇതിന്റെ വാട്ടർ ഡ്രെയിനിങ് കപ്പാസിറ്റി, റാപ്പിഡ് പെർമിയബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ വാട്ടർ ടേബിൾ എന്താണ്? വളരെ ഹൈ ആണെന്നും പറഞ്ഞു. സോ ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? എങ്കിൽ അടുത്ത മണ്ണിലോട്ട് നമുക്ക് പോവാം. അടുത്ത മണ്ണിനത്തിലോട്ട് നമുക്ക് പോവാം. അടുത്ത് നമ്മൾ പഠിക്കുന്ന മണ്ണാണ് ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ. ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ. സോ ഈ പറയുന്ന ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എവിടെയാണ് ഈ മണ്ണ് കൂടുതലും കാണുന്നതെന്ന് ചോദിച്ചാൽ താഴ്വരകളുടെയൊക്കെ താഴത്തെ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ എന്ന് പറയുന്ന ഈ ഒരു മണ്ണ്. ആ പേര് തന്നെയുണ്ട്. അതിന്റെ കളർ എന്താണ് എന്നുള്ളത് ആ പേര് തന്നെയുണ്ട്. എന്താണ്? ഡീപ്പായിട്ടുള്ള ബ്രൗൺ കളർ, നല്ല കടുത്ത ബ്രൗൺ കളറിലുള്ള ഒരു ടൈപ്പ് സോയിലാണ് ഈ പറയുന്ന ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന മണ്ണ് ചില പ്രദേശങ്ങളിൽ ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു സാൻഡി ലോമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരു സാൻഡി ലോം ടു ഒരു ക്ലേ ലെവലിലേക്കെല്ലാം ഇത് കാണിക്കാറുണ്ട്. അതാണ് ഇതിന്റെ പൊതുവെയുള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒന്നുകിൽ സാൻഡി ലോം ആയിരിക്കും, അല്ലെങ്കിൽ സാൻഡി ലോം മുതൽ ഈ പറയുന്ന ക്ലേ വരെയുള്ള സ്വഭാവം പൊതുവെ ഈ പറയുന്ന മണ്ണിനങ്ങൾ കാണിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പോട്ടറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മണ്ണ് കൂടെയാണ് ഈ പറയുന്ന ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഈ പറയുന്ന മണ്ണിനുണ്ട്. പോട്ടറീസ് നിർമ്മിക്കുന്നതിന് പറ്റിയ ഒരു മണ്ണാണ് ഈ പറയുന്ന ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ കളർ നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് ആൾറെഡി അസിഡിക് ആയിട്ടുള്ള സോയിലാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡ്രെയിനിങ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇതിന്റെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതും വളരെ കുറവാണ്. അതിന്റെ ബേസിലൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന മണ്ണ് ഓക്കെയാണ്. സോ ഇതാണ് മെയിൻലി ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിൽ. സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. താഴ്വാരകളുടെ താഴെയറ്റത്താണ് കാണപ്പെടുന്നത്. കളർ ചോദിച്ചാൽ ഡീപ്പ് ബ്രൗൺ കളറാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടോക്സിക് ലെവൽ ഓഫ് അയൺ ഇതിനകത്ത് കാണാൻ പറ്റും. നല്ല ഒരു ടോക്സിക് ലെവലിലുള്ള അയൺ പ്രസൻസ് ഇതിനകത്ത് കൂടുതലാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. പക്ഷേ ന്യൂട്രിയൻസ് കുറവാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. ഡ്രെയിനിങ് കപ്പാസിറ്റി വളരെ കുറവാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ബ്രൗൺ ഹൈഡ്രോമോർഫിക് സോയിലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ നിലവിൽ നമ്മൾ 6 ടൈപ്പ് ഓഫ് സോയിലുകളാണ് നമ്മൾ പഠിച്ചത്. കേരളത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന 6 ടൈപ്പ് ഓഫ് മണ്ണും അതിന്റെ പ്രത്യേകതകളും അതിന്റെ പല ഫീച്ചേഴ്സും, അവിടെ ചെയ്യാൻ പറ്റിയ കൃഷി എന്താണ്, അവിടെ ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ വിളകൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത മണ്ണിലോട്ട് നമുക്ക് പോവാം. 7ാമത്തെ മണ്ണാണ് ഉപ്പുമണ്ണ് അല്ലെങ്കിൽ ഹൈഡ്രോമോർഫിക് സലൈൻ സോയിൽ. സോ ഉപ്പുമണ്ണ് അല്ലെങ്കിൽ ഹൈഡ്രോമോർഫിക് സലൈൻ സോയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനമായും എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഈ പറയുന്ന ഉപ്പുമണ്ണ് അല്ലെങ്കിൽ ഹൈഡ്രോമോർഫിക് സലൈൻ സോയിൽ എന്ന് പറയുന്ന ടൈപ്പ്. എന്താണ് ഈ ഒരു ഉപ്പുമണ്ണ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഹൈഡ്രോമോർഫിക് സലൈൻ സോയിൽ എന്ന് വെച്ചാൽ, ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ടും നിങ്ങൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഈ പറയുന്ന സലൈനിറ്റി കൂടുതലുള്ള ഒരു മണ്ണിനമാണ് ഈ പറയുന്ന മണ്ണ്. എന്തുകൊണ്ട് അതിന് സലൈനിറ്റി കൂടുന്നു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ടൈഡൽ ആക്ഷന്റെ ഫലമായിട്ടൊക്കെയാണ് പലപ്പോഴും സലൈനിറ്റി കൂടുന്നത്. നമ്മൾ ഈ ഒരു പ്രദേശത്തുള്ള മണ്ണൊക്കെ നമ്മൾ നോക്കുമ്പോൾ മാർച്ച് മുതൽ ഏപ്രിൽ മാസം വരെ ഈ മണ്ണിന്റെ സലൈനിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. മാക്സിമം സലൈനിറ്റി ആയിരിക്കും. പക്ഷേ ജൂൺ ജൂലൈ മാസം, ഈ ജൂൺ ജൂലൈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ക്ലൈമറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. എന്താണ് ജൂൺ ജൂലൈ മാസത്തിന്റെ പ്രത്യേകത? മൺസൂൺ ആണ്. നല്ല മഴ ലഭിക്കുന്ന സമയമാണ്. ആ മഴ ലഭിക്കുന്ന സമയത്ത് ഈ പറയുന്ന മണ്ണിൽ സാൾട്ടിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ക്ലിയർ ആയോ?
മാർച്ച് മുതൽ ഏപ്രിൽ മാസം വരെ മാക്സിമം സലൈനിറ്റി ആയിരിക്കും. ബട്ട് അതിന്റെ മിനിമം സലൈനിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂൺ ജൂലൈ മാസം മഴയുടെ സമയത്താണ്. അതാണ് ഈ പറയുന്ന ഉപ്പുമണ്ണ് അല്ലെങ്കിൽ ഹൈഡ്രോമോർഫിക് സോയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കൃഷി എന്താണെന്ന് ചോദിച്ചാൽ നെല്ലാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അതും ഓഗസ്റ്റ് മാസം മുതൽ ഡിസംബർ മാസം വരെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം മുതൽ ഡിസംബർ മാസം വരെ നെല്ല് കൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് ഏത്? ഈ പറയുന്ന ഉപ്പുമണ്ണ് അല്ലെങ്കിൽ ഹൈഡ്രോമോർഫിക് സോയിൽ എന്ന് പറയുന്ന മണ്ണ്. ഈ പറയുന്ന മണ്ണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന എറണാകുളം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ, എറണാകുളം ഭാഗത്ത് ചില പ്രദേശങ്ങളിൽ ഈ പറയുന്ന മണ്ണ് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, പൊക്കാളി എന്നറിയപ്പെടും. പൊക്കാളി മണ്ണ് എന്നൊക്കെ പറയപ്പെടും. അതേപോലെ കണ്ണൂർ ജില്ലയിലേക്ക് പോയാൽ അവിടെ അറിയപ്പെടുന്ന പേര് കൈപ്പാട് എന്നറിയപ്പെടും. കൈപ്പാട്. എറണാകുളം ജില്ലയിലേക്ക് പോയാൽ അതിനെ പൊക്കാളി എന്ന് വിളിക്കും. കണ്ണൂർ ജില്ലയിലേക്ക് പോകുമ്പോൾ അതിനെന്തെന്ന് വിളിക്കും? കൈപ്പാടെന്ന് വിളിക്കും. കൈപ്പാട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൈപ്പാടുള്ള മണ്ണിന്റെയും അതേപോലെ പൊക്കാളി മണ്ണിന്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ അലൂവിയൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അലൂവിയൽ റേഞ്ച് അല്ലെങ്കിൽ അലൂവിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ അലൂവിയന്റെ പ്രസൻസ് എന്താണ്? കൂടുതലാണ്. എക്കൽ മണ്ണിന്റെ സാന്നിധ്യം കൂടുതലാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിച്ച് ആയിട്ട് സൾഫറും അതേപോലെ തന്നെ മറൈൻ സെഡിമെന്റ്സും കാണാൻ സാധിക്കും. റിച്ച് ആയിട്ട്, അതായത് ഒരുപാട് സൾഫറും മറൈൻ സെഡിമെന്റ്സും കാണാൻ സാധിക്കുന്ന ഒരു മണ്ണ് കൂടെയാണ് ഈ പറയുന്ന പൊക്കാളി മണ്ണ് അല്ലെങ്കിൽ കൈപ്പാട് മണ്ണ്. കൈപ്പാട് മണ്ണിൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് ഈ കൈപ്പാട് അരി എന്നൊക്കെ അറിയപ്പെടും. കൈപ്പാട് അരിക്കും GI ടാഗ് കിട്ടിയിട്ടുള്ളതാണ്. 2014 ഈ പറയുന്ന കൈപ്പാട് അരിക്ക് GI ടാഗ് കിട്ടുന്നത്. അങ്ങനെ ഈ പറയുന്ന കൈപ്പാട് അരി ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഈ കൈപ്പാട് അരിയൊക്കെ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. സോ ഉപ്പുമണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉപ്പുമണ്ണിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന് പൊക്കാളി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, കൈപ്പാട് എന്ന് പറയുന്നതും ഓർത്തിരിക്കുക. ജില്ല ചോദിച്ചാൽ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ ജില്ല. പിന്നെ GI ടാഗ് കിട്ടിയിട്ടുള്ള ഒരു അരിയുടെ കാര്യം കൂടെ പറഞ്ഞു, കൈപ്പാട് അരി. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ടും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കൈപ്പാട് മണ്ണില് ഏഴോം എന്നൊക്കെ പറയുന്ന നെല്ലിനവും കൃഷി ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മെയിൻലി കൈപ്പാട് അരി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അത് GI ടാഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് 2014. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഈ പറയുന്ന പ്രദേശത്ത് അറിഞ്ഞിരിക്കേണ്ടത്. തൃശ്ശൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കോൾ നിലങ്ങളിലൊക്കെ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഉപ്പുമണ്ണാണ്. ഓക്കെ, അങ്ങനെയും ഈ പറയുന്ന ഉപ്പുമണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഉപ്പുമണ്ണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രോമോർഫിക് സലൈൻ സോയിലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ?